ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അതിൻ്റെ പ്രതികളെയൊക്കെ കണ്ടെത്തി ശിക്ഷിച്ചു. അവർ ജയിലിലാണ്. ജയിലിലെ പോലെ ജയിലിലെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക, പുറമെ തുറന്ന ജയിലിൽ അവർ കഴിയുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പറഞ്ഞു വരുന്നത് അതല്ല. ടി.പി. ചന്ദ്രശേഖരനുമായി കൊടിസുനിക്ക് യാതൊരു തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ പരസ്പരം അറിയ പോലുമില്ല. ടി.പി. ചന്ദ്രശേഖരൻ ഒരു നേതാവാണ്, ഒരു RMPയുടെ നേതാവായിരുന്നു എന്ന രീതിയിൽ ചിലപ്പോൾ കൊടിസുനി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും എന്നല്ലാതെ ഇവർ തമ്മിൽ ഒരിക്കലും ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല. കൊടിസുനിക്ക് ടി.പി. ചന്ദ്രശേഖരനോടോ ടി.പി. ചന്ദ്രശേഖരന് കൊടിസുനിയോടോ യാതൊരു തരത്തിലും വൈരാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊല്ലാൻ കൊടിസുനിക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ല. കൊടിസുനിയുടെ ആവശ്യമായിരുന്നില്ല അത്. അങ്ങനെ വരുമ്പോഴാണ് ആരുടെയൊക്കെ സ്ഥാപിത താല്പര്യക്കാരുടെ, ചന്ദ്രശേഖരൻ ഇല്ലാണ്ടാവണം എന്നുള്ള താല്പര്യക്കാരുടെ കൊട്ടേഷനായിരുന്നു കൊടിസുനി ഏറ്റെടുത്തത്. കേരളം മുഴുവൻ അന്നും ഇന്നും ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണത്. ഇപ്പോൾ സമാനമായ രീതിയിൽ കൊടിസുനി ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെങ്കിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും ശബരിമലയുടെ സമ്പത്തും കൊള്ളയടിക്കത്തക്ക രീതിയിൽ ഒരു കൊട്ടേഷൻ പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയോ ഓഫ് സ്ക്രീനിൽ നിന്നുകൊണ്ട്, അതായത് തിരശ്ശീലയ്ക്ക് പിറകിൽ നിന്നുകൊണ്ട് പ്രബലരായ ഒരു പറ്റം സംഘാംഗങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെ മുൻനിർത്തി കൊട്ടേഷൻ പ്രാബല്യത്തിൽ വരുത്തി നടപ്പാക്കി എന്നുള്ളതാണ് നമ്മൾ നാളിതുവരെ കേൾക്കുന്ന സംഭവ വികാസങ്ങൾ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ കണ്ടു, പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് കണ്ടു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഈ ചെമ്പുപാളികൾ മാത്രമാണ് സ്വർണം പൂശി കൊടുത്തയച്ചത് എന്ന് ആദ്യം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ലീഗൽ അഡ്വൈസറായ ഒരു പ്രദീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിക്കാതെ വന്നു എന്ന് തന്നെ മൊഴികൾ കൊടുത്തു. ഇപ്പോൾ അവർ തന്നെ മാറ്റി പറയുന്നു, സ്വർണം അതിലുണ്ടായിരുന്നു, സ്വർണം അതിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വർണം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഒരു കൽപേഷ്. അപ്പോൾ നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കണ്ടു, ദേവസ്വം ബോർഡിലെ മുരാരി ബാബുവിനെ കണ്ടു, സ്മാർട്ട് ക്രിയേഷൻസിനെ കണ്ടു. സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ ഒരു കൽപേഷിനെ കൂടി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രസാദിനെ കണ്ടു, പത്മകുമാറിനെ. അതെ. അപ്പോൾ നിരവധി ആ അവതാരങ്ങൾ വരുന്ന കൂട്ടത്തിൽ പുതിയ അവതാരത്തിലേക്ക്, പുതിയ ഒരു കൊട്ടേഷനിലേക്കാണ് ഇപ്പോൾ കൽപേഷിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കൊട്ടേഷൻ സമ്പത്ത് അടിച്ചു മാറ്റുക, ശബരിമലയിൽ സ്വർണം അടിച്ചു മാറ്റുക എന്നുള്ള ഗൂഢോദ്ദേശം തന്നെയായിരുന്നു. അത് നടപ്പാക്കിയിരിക്കുന്നു. കൽപേഷിന് സ്വർണം കൊടുക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വരുമ്പോൾ ഈ കൊട്ടേഷനിൽ ഇനിയും എത്ര പേര് ഒളിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാറിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? കൊട്ടേഷൻ ഇവർ കൊടുത്തു എന്നുള്ളത്, കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു പർപ്പസ് വേണം. ഇവിടെ കൊട്ടേഷൻ നമ്മുടെ സ്വർണം പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ മലബാറിലൊക്കെ വിമാനത്തിൽ കള്ളക്കടത്ത് നടത്തി വരുന്നവൻ്റെ അവൻ്റെ സ്വർണം പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്ന് സംശയമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സ്വന്തന്മാരും അല്ല മന്ത്രിമാരും ഒക്കെ ഇടപെട്ടിട്ട് ഒരു ചെറിയ ടീം ഇത് അടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കാൻ നോക്കുന്ന പാർട്ടികൾ വേറെ കാണും, കൊട്ടേഷനും മറു കൊട്ടേഷനും കാണും. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു ഡിഫൻസും ഇനി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ വസ്തുത പുറത്തു വന്നിട്ട് ഇങ്ങനെ അവിടെ ശബരിമലയിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടായിരിക്കുന്നു. ചെറിയ ആദ്യം പറഞ്ഞ അര കിലോ 500 ഗ്രാമിൽ താഴെയാണ് പറഞ്ഞത്, ഇത്ര സ്വർണ്ണം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായില്ല. സാറേ, 500 ഗ്രാം ആവട്ടെ അല്ലെങ്കിൽ 1/2 ഗ്രാം ആവട്ടെ, ഈ ശാസ്താവിൻ്റെ സന്നിധിയിൽ വഴിപാടിന് വേണ്ടി ജനങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് 1/2 ഗ്രാമെന്നോ 5 കിലോയെന്നോ എന്നുള്ളതല്ല, അത് കളവ് തന്നെയല്ലേ? അല്ല, അരി മോട്ടിച്ച പാവം പിടിച്ച മധു എന്ന് പറഞ്ഞ ആദിവാസി പയ്യനെ അടിച്ച് തല്ലിക്കൊന്ന നാട്ടുകാർ, ആ മനസ്സിലുള്ള നാട്ടുകാർ ഈ കാട്ടുകള്ളന്മാർ അവരുടെ മുമ്പിൽ കൊണ്ട് നടക്കുമ്പോൾ ഒരു ചെറിയ കല്ല് പോലും എടുത്തെറിയാൻ തന്നെയാണ് എനിക്കറിയത്. അതെ. അപ്പോൾ നമ്മുടെ മനസാക്ഷിയും ഇവരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന മനസാക്ഷിയായോ? ഈ വിട്ടുവീഴ്ച, ജനങ്ങളുടെ ഈ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടാണോ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? സാർ, ഇത് മനസാക്ഷിയിലുപരിയായിട്ട് ഇത് നമ്മുടെ നീതിന്യായ സംഹിതകളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ? നമ്മുടെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള കേരളീയരും മുഴുവൻ ജനങ്ങളുടെയും സ്വത്തിനും ജീവനും സമാധാനം പറയേണ്ട ആളുകൾ, അല്ലെങ്കിൽ തന്നെ പുരോഗമനപരമായ ജീവിതത്തിന് ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കേണ്ട ആളുകൾ, ആരെയാണോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആ ആളുകളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ കാര്യക്ഷമമായിട്ട് നേരിടാനോ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇന്നതാണെന്ന് പറയാനായിട്ട് അധികാരപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വായി തുറക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് തരുന്നുമില്ല. അതെ, ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് തരുന്നുമില്ല.
നിയമസഭയിലാണ് ബഹളം ഉണ്ടാക്കി രണ്ട് കൂട്ടരും കൂടെ പിരിയുള്ളൂ, യഥാർത്ഥ ചർച്ചയിലേക്ക് വരികയില്ല എന്ന് വാക്കൗട്ട് നടത്താനുള്ള കാരണം ഉണ്ടാകും, എല്ലാവരും ഇറങ്ങിപ്പോകും. ഇത് ഒരു പാർട്ടിക്കും, കേരളത്തിലെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും, CPM-നാകട്ടെ കോൺഗ്രസിനാകട്ടെ BJP-ക്കാകട്ടെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ പറ്റാതെ അവരുടെ കൈകൾ കെട്ടിയിട്ടുണ്ടോ? കാരണം ഇവരെല്ലാം ഈ കൊട്ടേഷൻ പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം, പല കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കൽപ്പേഷിലേക്ക് ഇത് മാറണമെങ്കിൽ എത്ര പേരെ ഇതിനകത്തേക്ക് പേരുകൾ മാറ്റി കൺഫ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം വരും, ശരിയേത് തെറ്റേത് എന്നുള്ള സംശയം വരും, ആരാണ് പ്രതി എന്നുള്ള സംശയം വരും. അതിനാണ് കില്ലിങ് ദ ന്യൂസ്. രാജൻ കേസ് നമ്മൾ കണ്ടു, രാജൻ മരിച്ചു, കൊന്നു, ഇന്ന ഉദ്യോഗസ്ഥനാ തല്ലിയത്, പുലിക്കോടനാ തല്ലിയത്, ജയറാം പടിക്കലാണ് തല്ലിയത്, ലക്ഷ്മണൻ, ഇങ്ങനെ പലരുടെ പേര് പറഞ്ഞ ആൾക്കാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈശ്വരവാര്യർക്ക് പോയി. ഈ ശബരിമലയിലും ആരാ ചെയ്യുന്നുള്ളതിൽ ഇപ്പോൾ തന്നെ കൺഫ്യൂഷനായി തുടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ, കൽപ്പേഷാണോ, പത്മകുമാറാണോ? പത്മകുമാറിൻ്റെ മകൻ്റെ റോൾ ഒഴിവാക്കാൻ പറ്റുകയല്ലോ, കിട്ടിയ യോഗം ഉണ്ടെങ്കിലും ഭൂഷാൻ കൊടുത്തു വിട്ടു. സാറേ ഇതിൽ വേറൊരു വിഷയം, പത്മകുമാറിൻ്റെ മകന് കോൺട്രാക്റ്റ് ഇല്ലാതെ തന്നെ, ടെൻഡർ ഇല്ലാതെ തന്നെ യോഗദണ്ഡ് ഭൂഷാനായിട്ട് കൊടുത്തു വിട്ടു. യോഗദണ്ഡും രുദ്രാക്ഷവും വേറെ ഇതിൽ എന്നിട്ടും ആ മാന്യം എന്ന് പറയാം, ഇവിടെ എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. വേറൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഇവിടെ. അതായത് ഈ ശബരിമല സന്നിധാനത്തിലെ ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത അനുസരിച്ച് പറയുമ്പോൾ അദ്ദേഹം പട്ടബലിത്രയ ബന്ധത്തിൽ ചിന്മുദ്രാങ്കിത യോഗസമാധിയിലിരിക്കുന്ന രൂപത്തിലാണ് അവിടെ വിഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാത്രി സ്വാമിയെ ഭസ്മാഭിഷേകം നടത്തി അദ്ദേഹത്തെ വസ്ത്രം ധരിപ്പിച്ച് യോഗദണ്ഡും രുദ്രാക്ഷവും അണിയിച്ചിട്ടാണ് അത്താഴപൂജ കഴിഞ്ഞിരുത്തുന്നത്. അവിടെ വരുമ്പോൾ തിരുവാഭരണം ചാർത്തുന്ന ആ ഒരു സങ്കല്പത്തിലല്ല സ്വാമി അവിടെ ഇരിക്കുന്നത്, യോഗിയാണ്. ഈ യോഗിക്ക് എന്തിനാ സാറേ ഈ സ്വർണം കെട്ടിയ രുദ്രാക്ഷം, എന്തിനാ സ്വർണം കെട്ടിയ യോഗദണ്ഡ്? ഇവരിതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ? ഈ ശബരിമലയിലെ തന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് നമുക്ക് സംശയമുണ്ട്. യോഗദണ്ഡും രുദ്രാക്ഷവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവിത്രത അതിൽ തന്നെയാണ്. അതിന് സ്വർണം കെട്ടി സംശുദ്ധമാകേണ്ട യാതൊരു ആവശ്യകത അതിലില്ല. ഇത് താന്ത്രിക ആചാര്യന്മാർ സംശയം വന്നപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചതാണ്. ശബരിമലയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ നട തുറക്കുന്ന സമയത്ത് നമ്മൾ സ്വാമിയെ നമ്മൾ ദർശിക്കുന്നത് ആ യോഗസമാധി പൊരുളായിട്ടാണ് അവിടെ കാണുന്നത്. ആ സ്വാമി ഭസ്മം ധരിച്ച് രുദ്രാക്ഷം ധരിച്ച് യോഗദണ്ഡും കയ്യിലെടുത്തിട്ട് നൈഷ്ഠിക ബ്രഹ്മചര്യായിട്ട് ബ്രഹ്മചര്യാശ്രമത്തിലിരിക്കുന്ന സ്വാമിയെ ഇവരിങ്ങനെ സ്വർണം കെട്ടിയ രുദ്രാക്ഷവും സ്വർണം കെട്ടിയ യോഗദണ്ഡവും ഒക്കെ അണിയിക്കുന്നതിൻ്റെ പുറകിലുള്ളത് കൊള്ള തന്നെയാണ്. അത് സ്വർണം അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ 3-4 ഘട്ടങ്ങളിലായിട്ട് ആളുകൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ശബരിമലയുടെ ശ്രീകോവിലും ഉമ്മറപ്പടി വാതിലും ദ്വാരപാലക ശില്പങ്ങളും എല്ലാം സ്വർണ്ണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടി പുറത്തേക്ക് കടത്തി കൊടുക്കാൻ ശബരിമലയുടെ രജിസ്റ്ററിലും മഹസറിലും ചെമ്പ് എന്നാക്കി എഴുതുന്ന ഒരു വിഭാഗം, ഇത് അഴിച്ചു കൊടുക്കാൻ മറ്റൊരു വിഭാഗം, പുറത്തേക്ക് കൊണ്ടുപോകാൻ അതായത് പമ്പ കടത്തി കൊടുക്കാൻ ഒരു വിഭാഗം, പമ്പ കടത്തി പുറത്തേക്ക് ബംഗളൂരുവിലോ ചെന്നൈയിലോ കൊണ്ടുപോയി ചെയ്യാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൽപ്പേഷുമാരോ ഒക്കെ വേറെ, ഇനി അതിന് പുറകിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ള ഇനി സമഗ്രമായ അന്വേഷണം കൂടിയാലും നടക്കുള്ളൂ. ഇപ്പം നമ്മൾ നോക്കും, മുരാരി ബാബുവിനെ കണ്ടു, ഉണ്ണികൃഷ്ണൻ പോറ്റീനെ കണ്ടു, അപ്പോൾ അവസാനം കൽപ്പേഷിൽ വന്ന് നിൽക്കണു. ഇനി ഈ നമ്മൾ എന്താണ് ചികഞ്ഞ് ചെല്ലുമ്പോൾ ആരെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ല, അതിലൊരു ഏറ്റവും ശബരിമലയുടെ കാര്യത്തിൽ മാത്രം എല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചൊരു വ്യത്യാസം, സമ്പത്ത് പല ക്ഷേത്രങ്ങളിലും കുന്നുകൂടാൻ തുടങ്ങി, പ്രതീക്ഷിക്കുന്നതിനപ്പുറം. അത് ഈ വഴിപാടിൻ്റെ സ്വഭാവത്തിൽ ഭക്തരറിഞ്ഞും അല്ലാതെ അവരെ പ്രേരിപ്പിച്ചും വരുത്തിയൊരു മാറ്റമാണ്. അതെ. പണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത്, നമ്മൾ ഏറ്റവും വികാരപരമായി പഠിച്ചിരിക്കുന്നത് കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്ന കഥയാണ്. പഴന്തുണി പൊതിഞ്ഞ അവലായിരുന്നു, ഒരു പിടി അവലായിരുന്നു ഏറ്റവും വലിയ വഴിപാട്. അവിടുന്ന് ഒരു പിടി അവലിന് പകരം ആ പഴന്തുണി പോലും സ്വർണം കൊണ്ട്, സ്വർണ്ണപ്പാൽ കൊണ്ടുണ്ടാക്കിയ പഴന്തുണിയിൽ ആയിരിക്കും സ്വർണ്ണക്കട്ടികളെ പോലുള്ള അവലായിരിക്കും കൊണ്ട കൊടുക്കുന്നത്. ആ രീതിയിലേക്ക് ഭക്തനെ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ക്ലബിൻ്റെ പേരിൽ പിരിവിന് പോവുക, അപ്പോൾ നമ്മൾ റെസിപ്റ്റ് എടുത്ത് കാണിക്കും. അത് 5 രൂപ 10 രൂപ 2 രൂപയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ടി മാക്സിമം 15 തരികയില്ല, അല്ലെങ്കിൽ 10 തയ്യുക. അതേസമയം നമ്മൾ വേറെ മറിച്ച് തന്നില്ലെങ്കിൽ പോലും കുറേ പേരുടെ പേര് വെച്ച് 100, 500, 250 എഴുതി കഴിഞ്ഞാൽ ആ പുള്ളി ഒരു മിനിമം 100 രൂപയെങ്കിലും തരും. അപ്പോൾ ഈ ഭക്തരുടെ ദക്ഷിണ എന്ന് പറയുന്നതിൻ്റെ ഉദയാസ്തമന പൂജയുടെ ഫീസ് കൂട്ടി, അവിടുത്തെ വഴിപാടുകളുടെ ഫീസ് കൂട്ടി, ദക്ഷിണയുടെ തിരുമേനിമാരെ മേടിക്കുന്ന ദക്ഷിണ കൂട്ടി, അപ്പോൾ ഇങ്ങനെ വന്ന് പൈസ ഊറ്റി എടുക്കാനുള്ള താവളങ്ങളായിട്ട് ക്ഷേത്രങ്ങളെ മാറ്റി. ഒരു ബ്രാഹ്മണനും അല്ലെ ഒരു പൂജാരിയും പറയുകയില്ല, ഒരു തന്ത്രിയും പറയുകയില്ല ഇത്രയും ദക്ഷിണ മതി എന്ന് പറയുകയില്ല. അല്ല സാറ് അപ്പോൾ അതിൽ ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ദക്ഷിണ കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്, ദക്ഷിണ കൊടുക്കുമ്പോൾ
കൊടുക്കുന്ന ആൾ അയ്യോ ഇത് കൂടിപ്പോയോ എന്നുള്ളൊരു തോന്നൽ അയാൾക്കും പാടില്ല, ദക്ഷിണ വാങ്ങിക്കുന്നയാൾ ഇത് കുറഞ്ഞു പോയോ എന്നൊരു തോന്നൽ അയാൾക്കും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴേ അത് ദക്ഷിണ എന്ന തരത്തിലേക്ക് മാറുന്നുള്ളൂ. ഇതിപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു തരം വിലപേശലാണ്, ഇന്ന പൂജയ്ക്ക് ഇത്ര രൂപ, അതിന് ദക്ഷിണയായിട്ട് ഏകദേശം ഇത്ര രൂപയെങ്കിലും കൊടുക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ശബരിമല ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായ സ്ഥാപനം എന്ന രീതിയിലേക്ക് ഇവർ സ്ഥാപിത താല്പര്യക്കാരൊക്കെ കൂടി മാറ്റിയെടുത്തു. ആ മാറ്റിയെടുത്തതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഇതുപോലെ വന്നു ചേരുന്ന സ്വർണവും രത്നവും വെള്ളിയൊക്കെ അടിച്ചു മാറ്റുക. അതിനൊരു ഉപായം വേണമല്ലോ, നേരിട്ട് കൈയിട്ട് വാരി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഉപായമാണ് സ്വർണം പൂശുക, രുദ്രാക്ഷത്തിൻ്റെ മാല മണി കെട്ടി ഉണ്ടാക്കുക, യോഗദണ്ഡ് സ്വർണം പൂശുക, സ്വർണ്ണപ്പാളി വീണ്ടും ചളക്ക് നിർത്തി കൊണ്ടുവരിക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇവർ സാധാരണക്കാരായ ഭക്തനെ ഇനി ശബരിമലയിലേക്ക് പോകേണ്ട കാര്യമില്ല, അവിടെ സ്വാമി ഇല്ല എന്നുള്ള തരത്തിലേക്ക് അവൻ്റെ മനസ്സിനെ തളർത്തി മാറ്റുന്ന തരത്തിലേക്ക് ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപക്ഷെ ശബരിമലയെ തകർക്കൽ പോലുമാണ് അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്നുള്ളത് നമുക്ക് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു, സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു. അതിനാരൊക്കെ പങ്ക് കൊണ്ടിട്ടുണ്ട്, ഇവരുടെയൊക്കെ പങ്ക് ഏതൊക്കെ തലത്തിലാണ്, എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവർ ഓരോരുത്തരും നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായി, കൽപേഷായി, മുരാരി ബാബുവായി, ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് ആരിലേക്ക് എത്തും, അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുമെന്നുള്ളത് കണ്ടറിയണം. ഇനിയിപ്പോൾ കൽപേഷിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ബംഗളൂരിലേക്ക് എത്തി, അവിടെ നിന്ന് ഇനി വേറെ നമ്മുടെ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമോ അതോ ഇനി ഉത്തരേന്ത്യയിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കുക, അതേ പറ്റുള്ളൂ. കാത്തിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടാവുമല്ലോ, ഒരു അവസാനം. സ്വാമി അയ്യപ്പൻ തന്നെ ഇതിനൊരു സ്വാമി അയ്യപ്പനാണല്ലോ ഇല്ലല്ലോ ഒരു അവസാനം ഉണ്ടാവും, ഒരു തീർപ്പുണ്ടാക്കട്ടെ. നീതിന്യായ സംഹിതയിൽ നമുക്ക് വിശ്വാസമുണ്ട്, തീർച്ചയായും നീതി നടപ്പാകട്ടെ.